ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ രണ്ടാം ഭാഗമാണ്. ഈ വീഡിയോയിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒന്നാം ഭാഗം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് പോകുന്നുണ്ട്. ആക്സലേഷൻ ഇങ്ങനെ വലത്തോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻ ആണ്, കോൺസ്റ്റന്റ് ആക്സലേഷൻ ആണ്. ഞാൻ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. When velocity becomes 50 meter per second, the direction of acceleration is reversed. അപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ആക്സലേഷൻ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആക്സലേഷൻ വലത്തോട്ടായതുകൊണ്ട് ആക്സലേഷൻ വലത്തോട്ടാവുമ്പോൾ ഫോഴ്സ് വലത്തോട്ടാണ്. ഫോഴ്സ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന കാരണമായിട്ട് വെലോസിറ്റി എന്താവും? കൂടും. വെലോസിറ്റി കൂടി ഇപ്പം എത്രയായി? 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെന്താ അവർ പറയുന്നത്? 50 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ആക്സലേഷന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത്, ആക്സലേഷന്റെ വാല്യൂ മാറിയോ? ഇല്ല, ഡയറക്ഷൻ എന്ത് ചെയ്ത്? റിവേഴ്സ് ചെയ്ത്. 50 മീറ്റർ പെർ സെക്കൻഡ് ആവുന്ന സമയത്ത് ആക്സലേഷന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന കാരണമായിട്ട് വെലോസിറ്റി കൂടുകയോ കുറയോ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ 60 ആവോ അല്ലെങ്കിൽ കുറയോ? 40 ആവോ? ഇങ്ങോട്ട് പോകുമ്പോൾ കുറയും. കാരണം എന്താണ്? ആക്സലേഷൻ റിവേഴ്സ് ചെയ്ത്, അതായത് ഫോഴ്സ് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന കാരണമായിട്ട് വെലോസിറ്റി കുറഞ്ഞ് പോകും. അപ്പോൾ 50 ഇവിടെ ആയിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 40യോ പിന്നെ 30യോ 20യോ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, ആക്സലേഷൻ ഇങ്ങോട്ടേക്കാണ്. കോൺസ്റ്റന്റ് ആക്സലേഷൻ ആവുമെന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ഉണ്ടാവുന്ന കാരണമായിട്ട് വെലോസിറ്റി കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താവും? വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. അവിടെ ഞങ്ങൾ നിൽക്കുമോ? ഇല്ല. അപ്പോഴും കോൺസ്റ്റന്റ് ആക്സലേഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് ആക്സലേഷൻ. അത് കാരണമായിട്ട് ഈ ഒബ്ജക്റ്റ് എന്താവും? റിവേഴ്സ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് ചെയ്ത് ഞാൻ ഇതിന്റെ മേലിൽ കൂടെ തന്നെ വരച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനായിട്ട് വരയ്ക്കുകയാണ്. അതായത് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ പോകുന്നത് നേരെ ഇങ്ങനെ പോയി റിവേഴ്സ് അടിച്ച് ഇങ്ങനെ വരിക ചെയ്യുന്നത്. പക്ഷെ ഞാനിതിങ്ങനെ വളച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒബ്ജക്റ്റ് ആക്സലേഷൻ ഇങ്ങോട്ടുള്ളത് കൊണ്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലെത്തും. അപ്പോൾ ഫൈൻഡ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് റീച്ചസ് ദ ഇനീഷ്യൽ പൊസിഷൻ. ഈ ഇനീഷ്യൽ പൊസിഷനിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കുറേ ആൾക്കാർ നേരത്തെ ചെയ്ത വീഡിയോയിലെ ലാസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ ആലോചിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ആക്സലേഷൻ ഇങ്ങോട്ടേക്കാണുള്ളത്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നീങ്ങാണ്, ഈ വെലോസിറ്റി യു ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റി യു ആവും. ഇത് എപ്പോഴാണ് അപ്ലിക്കബിൾ? ആക്സലേഷൻ ഡയറക്ഷൻ മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കിയേ, ആക്സലേഷൻ 10 നിന്ന് 50 വരെ ഒരേ ഡയറക്ഷനിലാണ്. പക്ഷെ ഇവിടെ 50 നിന്ന് 0 പോകുമ്പോൾ ഡയറക്ഷൻ എന്തായി? റിവേഴ്സ് ആയി. മാത്രമല്ല ഇത് അപ്ലിക്കബിൾ ആവല് എപ്പോഴാണ്? ആക്സലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോഴാണ്. ഇവിടെ 10 മുതൽ 50 വരെ ആക്സലേഷനും വെലോസിറ്റിയും ഡയറക്ഷൻ സെയിം ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ കുറച്ചുകൂടി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഈ പോയിന്റുള്ള വെലോസിറ്റി അതെ 50 ആയിരിക്കും. സാർ അതെങ്ങനെ സാറിന് മനസ്സിലായി? ഇവിടെ നോക്കിയേ, ഇവിടെ മുതൽ ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഇങ്ങോട്ടായി, ആക്സലേഷൻ ഇങ്ങനെ ഓപ്പോസിറ്റ്. അപ്പോൾ 0 ആയി. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ 0 ആവുന്ന പോലെ ഇവിടെയും 0 ആയി. അതിനുശേഷം ആക്സലേഷൻ ഇങ്ങോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒബ്ജക്റ്റ് ഇങ്ങനെ നീങ്ങി വന്നു. അപ്പോൾ ഇവിടെ 50ലേക്ക് പോവാണെങ്കിൽ ഇവിടെ എന്താവും? 50 ഇടത്തോട്ട് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചെയ്ത പ്രോബ്ലം നമുക്ക് ഉപയോഗപ്പെട്ടു. നമുക്കിവിടെ ആക്സലേഷൻ എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റി ബി എങ്ങനെയും കാണണം. വെലോസിറ്റി ബി കാണണം എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇവിടെ 10 തന്നത്? ഇവിടെ 10 തരാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? എന്തായിരിക്കും തന്നത്? ഈ ബി കണ്ടെത്താനാണ് 10 എന്നത്. അല്ലെങ്കിൽ 50 തന്നത് ഇവിടെ 50 എന്ന് പറയാം. 10 എന്തിനാണ് തന്നത്? എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെങ്ങനെയെങ്കിലും ഉപയോഗിക്കണം. അത് മനസ്സിൽ വെച്ചാൽ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കത്തും. എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇതും പോയിന്റ് എ എന്നാണ്, ഈ പോയിന്റിലൊക്കെ എന്നാണ് വരുന്നത്, ഇതും പോയിന്റ് ബി എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് എ ബി ഡെൽറ്റ എക്സ് എ ബി ഈക്വൽസ് നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബി എ. എ ബി എന്ന് പറഞ്ഞത് എയിൽ നിന്നും ബിയിലേക്ക്, അത് വലത്തോട്ടാണ്. അതിനുശേഷം ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ചു ഒബ്ജക്റ്റ് പോവാണ്. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് ഇടത്തോട്ടായതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് നിട്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താവും? ഡയറക്ഷൻ നോക്കണം അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ബി എ. ഇതൊരു ഐഡിയ ആണ്. നമ്മൾ ചിത്രം കണ്ടപ്പോൾ നമുക്ക് ബൾബ് കത്തിയ ഐഡിയ ആണ്. ചിത്രം കണ്ടപ്പം ബൾബ് കത്തണം. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബൾബ് കത്തണം. ഇത് രണ്ട് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ 10 മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഡിസ്പ്ലേസ്മെന്റും കണക്ട് ചെയ്തത്. നമുക്ക് ഇവിടെ ഇതിങ്ങനെ 10 എങ്ങനെ ഉപയോഗിക്കണം?
അപ്പം ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് അത് കണ്ടെത്തിയത്. ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ് കണ്ടെത്തിയത്. ഓക്കെ സാർ, ഓക്കെ. ഇനി സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് ഇവിടെ ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ സമയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സമയം പറയാത്ത ഇക്വേഷൻ ഏതാണ്? v² - u² = 2a Δx. അതിൽ നമുക്ക് സമയം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കണം. അപ്പൊ Δx നമുക്ക് എന്താക്കി പറയാൻ പറ്റും? v² - u²/2a എന്ന് പറയാൻ പറ്റും അല്ലേ? മനസ്സിലായില്ല. v² - u² എന്താണ്? 2a Δx ആണ്. അപ്പൊ Δx എന്താവും? v² - u²/2a ആവും. അപ്പൊ Δx AB എന്ന് പറയുമ്പോൾ v ആരാണ്? 50 ആണ്. അപ്പൊ 50². u ആരാണ്? AB അല്ലേ? AB v² - u². u² എന്ന് പറയുമ്പോൾ 10² / 2 × a. എയുടെ ഡയറക്ഷൻ നോക്കണം. എ ഇങ്ങോട്ടൊക്കെ വലത്തോട്ട്, അതുകൊണ്ട് പോസിറ്റീവ്. വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് BA, ബിയിൽ നിന്നും എയിലേക്ക്. അപ്പം വെലോസിറ്റി v² - 50². ഇവിടെ v² - 50² / 2 × a എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2 × - a എന്ന് പറയണം. എന്താ സാർ? ഇവിടെ നോക്കി ആക്സലേഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്. 2 × - a എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 50² - 10² / 2a = മൈനസ് ഈ നെഗറ്റീവും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? v² - 50² / 2a. നെഗറ്റീവ് പോസിറ്റീവായി. അപ്പൊ ഈ 2a വാല്യൂവും ഈ 2a വാല്യൂവും സെയിം ആയതുകൊണ്ട് അത് രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് v² എന്ന് പറയുന്നത് 50² + 50² - 10² എന്ന് പറയാൻ പറ്റും. 50² എന്ന് പറഞ്ഞാൽ 2500 വരും അല്ലേ? അതെ, 2500 വരും. പ്ലസ് 50², അപ്പൊ പിന്നെയും 2500. പിന്നെ എന്താ ഉള്ളത്? -10², അതായത് -100. അത് പറയുമ്പോൾ എന്താവും? 50,000 - 100 എത്രയായി? 4900 ആവും. ഇതാണ് ആര്? v². അപ്പൊ v എത്രയാവും? 4900 ആണെങ്കിൽ v 70 ആയിരിക്കണം അല്ലെ? v 70 ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ? വിന്റെ ഡയറക്ഷൻ ഇടത്തോട്ടായതുകൊണ്ട് നമ്മൾ v = -70 m/s എന്ന് എഴുതും. അപ്പൊ ഈ ഐഡിയ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ എന്താണ് ഐഡിയ, എന്ത് കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റിവേഴ്സ് ചെയ്യുന്നു പറഞ്ഞു. അതിനുശേഷം നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് കത്തി. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ളത് നമ്മൾ പഠിച്ചൊരു ടെക്നിക്ക് ഉണ്ട്. ഇവിടെ 50 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് 50 m/s ഉണ്ടാവും. ആക്സലേഷൻ വെലോസിറ്റി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ 10 m/s തന്നിട്ടുണ്ട്. എന്തിനാണ് അവർ തന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ് എന്ന് മനസ്സിലായി. ഈ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ടൈമിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ആക്സലേഷന് വാല്യൂ തന്നിട്ടില്ലെങ്കിലും അതിന്റെ ഡയറക്ഷനെങ്കിലും തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല, ഫൈനൽ വെലോസിറ്റി ആണ് കാണേണ്ടത്. ടൈമിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ടൈമിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്യാത്ത ഇക്വേഷൻ ഏതാണ്? v² - u² = Δx. അപ്പോൾ നമ്മൾ എന്താക്കി? Δx AB = നെഗറ്റീവ് Δx BA എന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് അവർ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്ക്, പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയം നമുക്ക് മനസ്സിലായി വരും. ഇത് കണ്ടിട്ട് ആരും ബേജാറാവാൻ വേണ്ടിയിട്ടല്ല പഠിപ്പിച്ചത്. എങ്ങനെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് 5 m/s വെലോസിറ്റിന്റെ യൂണിറ്റ് ആണല്ലോ. 5 m/s വെലോസിറ്റിയിൽ ഒബ്ജക്റ്റ് നീങ്ങുന്നുണ്ട്. 2 m/s². ആര് യൂണിറ്റ് ആണ്? ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. 2 m/s² ഓപ്പോസിറ്റ് ഡയറക്ഷനുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ വെലോസിറ്റിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോഴേ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞ വെലോസിറ്റി 0 ആവും. അതിനുശേഷം ഒബ്ജക്റ്റ് അങ്ങോട്ടേക്ക് നീങ്ങും. ഓക്കെ. ഫസ്റ്റ് ചോദ്യം, ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സാർ ഇതിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന സംഭവം നമ്മൾ പഠിച്ചു. u + a/2 × 2n - 1. അതിന്റെ ഉപയോഗം ഇവിടെ ഉപയോഗിക്കാം അല്ലെ? യെസ്. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ് ആണ് ചോദിക്കുന്നത്. u എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി 5 m/s ആണ്. അപ്പൊ 5 പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ 2 m/s ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ -2 എടുക്കുകയാണ്. /2 × 2 × n എത്രയാണ്? 3.
So 2 into 3 minus 1. So this will become 5 minus 2 by 2 minus 1 now. So 5 minus minus 1 into 6 minus 1. 5 minus 1. 2 into 3 6. 6 minus 1 5. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. 5 മൈനസ് 5 ആവും. അതായത് എത്രയാവും? 0 ആവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ് 0 ആവും. സാർ അതെങ്ങനെ സംഭവിക്കാം? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 സെക്കൻഡ്. ഒബ്ജക്റ്റ് ഇങ്ങനെ പോവാണ്. 2 സെക്കൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയുള്ളത്, 2 സെക്കൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ പോയി പിന്നെ 3 സെക്കൻഡ് ആകുമ്പോൾ അതേ ഒബ്ജക്റ്റ് ഇവിടെ എത്തി. അപ്പോൾ 2 സെക്കൻഡിലെ ഒബ്ജക്റ്റ് ഇവിടെ, 3 സെക്കൻഡിലെ ഒബ്ജക്റ്റ് ഇവിടെ. നമുക്ക് കാര്യം മനസ്സിലായി. ഒബ്ജക്റ്റ് ഇങ്ങനെ റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. 2ലും 3ലും അതിൻ്റെ പൊസിഷൻ സെയിം ആണ്. അപ്പം പൊസിഷൻ ഒരു ബൾബ് കത്തിട്ടോ, നമുക്ക് ഒരു ബൾബ് കത്തി പൊസിഷൻ 2 സെക്കൻഡും 3 സെക്കൻഡ് ആവുന്ന സമയത്ത് പാർട്ടികൾ സെയിം പൊസിഷനിലാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് ഇൻ തേർഡ് സെക്കൻഡ് നമ്മൾ കണ്ടു. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് തന്നെ നമുക്ക് കാണാം. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് അർത്ഥം. അതായത് 2ന്റെയും 3ന്റെ ഇടയിൽ എത്ര 2 സെക്കൻഡിന്റെയും 3 സെക്കൻഡിന്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇനി നമുക്ക് മനസ്സിലായ കാര്യം, ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒബ്ജക്റ്റ് എവിടെയാണ് മൊമെൻ്ററി റെസ്റ്റിലേക്ക് വരുന്നത്, എവിടെയാണ് വെലോസിറ്റി 0 ആവുന്നുള്ള കാണണം. കാരണം അതിനുശേഷം ഒബ്ജക്റ്റ് ടേൺ ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ടേൺ ബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആക്സലറേഷൻ വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കാണണം. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണ്? പൊസിഷൻ അറ്റ് 2 സെക്കൻഡ് ഈസ് ഈക്വൽ ടു പൊസിഷൻ അറ്റ് 3 സെക്കൻഡ്. നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവും. അപ്പോൾ ഇതിന് എത്ര സമയം എടുത്തു? ഇവിടെ ഞാൻ 0 സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എത്ര സമയം എടുത്തു ഇങ്ങോട്ട് പോകാൻ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ഉപയോഗിക്കാം? v ഈസ് ഈക്വൽ ടു u പ്ലസ് a ഡെൽറ്റ ടി എന്ന് ഉപയോഗിക്കാം. v 0 ആണ്, u 5 ആണ്, ആക്സലറേഷൻ -2 ആണ് ഇൻറ്റു ഡെൽറ്റ ടി. അതിൽ നിന്നും ഡെൽറ്റ ടി നമുക്ക് 2.5 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2.5 സെക്കൻഡ് ആകുമ്പോഴാണ് എന്താവുന്നത്? വെലോസിറ്റി 0 ആവുന്നത്. ഓക്കെ, ഇനി 2.5 സെക്കൻഡ് വെലോസിറ്റി 0 ആവുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? 0 സെക്കൻഡിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, 2.5 സെക്കൻഡ് ആകുമ്പം വെലോസിറ്റി 0 ആവുന്നു. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കാം? ഈ ഒബ്ജക്റ്റ് ടേൺ ബാക്ക് ചെയ്യും അല്ലേ? ടേൺ ബാക്ക് ചെയ്ത് ഇങ്ങനെ നീങ്ങി പോകും. അപ്പോൾ ഇവിടെ ടേൺ ബാക്ക് ചെയ്യാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ വരയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തെന്നല്ല, നേരെ ഇങ്ങനെ പോയി നേരെ ഇങ്ങനെ പോയി പിന്നെ ഇങ്ങോട്ടേക്കാണ്. ഈ ഡയറക്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 0 മീറ്റർ പെർ സെക്കൻഡ് ഒബ്ജക്റ്റ് ഇങ്ങനെ പോയി 3 സെക്കൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എവിടെയെങ്കിലും എത്തും അല്ലേ? 3 സെക്കൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഈ പൊസിഷനിൽ എവിടെയെങ്കിലും. അവിടെ ഈ 3 സെക്കൻഡ് ആവുന്ന പൊസിഷനും 2 സെക്കൻഡിലുള്ള പൊസിഷനും സെയിം അല്ലേ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ ഐഡിയ. 2 സെക്കൻഡ് ആകുമ്പോഴും 3 സെക്കൻഡ് ആകുമ്പോഴും ഒബ്ജക്റ്റ് സെയിം പൊസിഷനിലാണ്. ഓക്കെ, നമുക്കറിയാതെ. അപ്പം 2 സെക്കൻഡിൽ നിന്നും 2.5 സെക്കൻഡ് വരെ ഉള്ള ഡിസ്റ്റൻസും 2.5 സെക്കൻഡിൽ നിന്നും 3 സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. കാരണം ഇത് രണ്ടുള്ള പൊസിഷൻസ് സെയിം അല്ലേ? 2 സെക്കൻഡും 3 സെക്കൻഡും സെയിം പൊസിഷനിലാണ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുക. ഓക്കെ, അപ്പം 2 സെക്കൻഡിൽ നിന്ന് 2.5 സെക്കൻഡ് ഡിസ്റ്റൻസ് കണ്ടിട്ട് അതിൻ്റെ ഡബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 to 3 സെക്കൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? വി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 2 നിന്നും 2.5ലേക്ക് പോകുന്ന സമയത്ത് വി 0 ആണ്. അതുകൊണ്ട് ഇവിടെ 0 ഇൻറ്റു എത്ര സമയം എടുത്ത്? 2 സെക്കൻഡിനും 2.5 സെക്കൻഡ് നമ്മൾ സമയം 0.5 ആണ്. മൈനസ് ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് -2 ഇൻറ്റു 0.5 സ്ക്വയർ ഡിവൈഡ് ബൈ 2. സോ ഇത് 0 വരും. മൈനസ് ഇവിടെ മൈനസ് പ്ലസ് ആവും. സോറി, അപ്പം മൈനസ് പ്ലസ് ആവും.
2/2 1 ആവും. 0.5 സ്ക്വയർ 0.5 എന്ന് പറഞ്ഞാൽ 1/2 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4. ഉത്തരം എത്രയായി? 1/4 ആണ്. 1/4 മീറ്റർ ആണ് 2 to 2.5 സെക്കൻഡ്. സോ നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് 2 സെക്കൻഡ് ടു 2.5 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/4 മീറ്റർ എന്ന് പറയാം. ഇനി അതേപോലെ ഡിസ്റ്റൻസ് 2 സെക്കൻഡ് ടു 2.2 സെക്കൻഡ് ടു 3 സെക്കൻഡ് may be equal to ഡിസ്റ്റൻസ് 2 സെക്കൻഡ് ടു 2.5 സെക്കൻഡ് പ്ലസ് ഡിസ്റ്റൻസ് 2.5 സെക്കൻഡ് ടു 3 സെക്കൻഡ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1/4. ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരാം? 1/4 ആകാൻ. ഉത്തരം എത്രയാണ്? 1/2 മീറ്റർ ആവും. സാർ ഇതിങ്ങനെ 1/4 ആയത് 2.5 to 3 സെക്കൻഡ് നമുക്കറിയാം. 2 സെക്കൻഡിലും 3 സെക്കൻഡിലും സെയിം പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ 2 2.5 ഡിസ്റ്റൻസും 2.5 സെക്കൻഡും 3 സെക്കൻഡ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെ 1/4 + 1/4 1/2 മീറ്റർ എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രോബ്ലം എന്ന് പറയും. ഒരു പാറ്റേൺഡ് ടൈപ്പ് സാധാരണ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. A car moving along a straight line with a speed 5 meters per second suddenly applies brake causing a constant retardation of 3 meters per second squared. Find initial നമ്മൾ കാണാൻ പറയുകയാണ്. അപ്പോൾ ഒരു കാർ മുമ്പോട്ട് പോകുന്ന സമയത്ത് അയാൾ ബ്രേക്ക് പിടിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സ്ലോ ആയി പോകും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന കാരണമായിട്ട് ആക്സിലറേഷൻ 2 meters per second squared ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. കാരണം ഇത് സ്പീഡ് കുറയും. ബ്രേക്ക് അപ്ലൈ ചെയ്ത സ്പീഡ് കുറയും. സ്പീഡ് കുറയണമെങ്കിൽ വെലോസിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ. അങ്ങനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വായിച്ചാലും മതി. എന്താ പറയുന്നത്? റിട്ടാർഡേഷൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോയി എന്താവും? ഇത് റെസ്റ്റിലേക്ക് വരും. കാരണം വെലോസിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. സോ ഇവിടെ പോയി ഈ വെലോസിറ്റി വെലോസിറ്റി എന്താവും? 0 meters per second ആവും. ഫസ്റ്റത്തെ ചോദ്യം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക്. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എത്ര ഡിസ്റ്റൻസ് നമ്മുടെ കാറ് മുമ്പോട്ട് നീങ്ങി. അപ്പോൾ നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആരൊക്കെ തന്നത്? യു തന്നിട്ടുണ്ട്. വി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം റെസ്റ്റിലേക്ക് വരുമ്പോൾ അത് 0 meters per second ആവും. ഡിസ്റ്റൻസ് ട്രാവൽഡ് അത്രയും ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് വരാം. ഇപ്പോൾ യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത്. ടൈം തരാത്ത ഇക്വേഷൻ ഏതാണ്? v² - u² = 2a ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് = v² - u² ഡിവൈഡ് ബൈ 2a. സോ ഇവിടെ ഉത്തരം വരാൻ പോകുന്നത് 0² - u എത്രയാണ്? 5 ആണ്. 5² ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? -2 ആണ് വരുന്നത്. സോ ഇവിടെ 2 ഇൻറ്റു -2 അതായത് 25/4 വരും. 25 ഡിവൈഡ് ബൈ 4 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഇതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് സമയം എടുത്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സമയം പറയാൻ പറ്റും. ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു v - u/a. a = v - u/Δt ഇല്ലേ? അതേ ആ ഇക്വേഷൻ നമ്മൾ ഡെൽറ്റ ടി = v - u/a അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? v = u + a Δt. v = u + a Δt എന്നും ഡെൽറ്റ ടി = v - u/a. സോ ഇവിടെ v എന്ന് പറഞ്ഞാൽ 0 ആണ്, u എന്ന് പറഞ്ഞാൽ 5 ആണ്, a എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. സോ ഇവിടെ എത്ര സമയം എടുത്തു? 2.5 സെക്കൻഡ് എടുത്തു. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് എന്താവില്ല? കുറച്ച് സമയം എടുക്കും. 2.5 സെക്കൻഡ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം അത് റെസ്റ്റിലേക്ക് വരുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പോകുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. v² - u² = 2a ഡെൽറ്റ എക്സ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഡെൽറ്റ എക്സ് ചോദിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് തരാം? അവർ ഈ ഡെൽറ്റ എക്സ് ചോദിക്കുന്നതിന് പകരം എ ചോദിക്കാം. അതായത് വി നമുക്കറിയാലോ 0 ആണ്. യു അവർ തരും, ഡെൽറ്റ എക്സ് അവർ തരും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തരും. എന്നിട്ട് എ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ അവർക്ക് എന്ത് പറയാം? അവർ യു ചോദിക്കാം, എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്തുകൊണ്ട് നിന്നത്. പകരം അവരെന്ത് തരും? എയും ഡെൽറ്റ എക്സും തരും. വി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം അങ്ങനെ 3 തരം ക്വസ്റ്റ്യൻസ് ഇന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ 3 തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റണം. ഇതിൻ്റെ കൂടെ ടൈം എപ്പോഴും ചോദിക്കാം. യു ചോദിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് എത്ര ടൈം ഉണ്ട്? ടൈം എത്ര ആവും? v - u/a. ഓക്കെ.
ഇനി നമ്മൾ ഡെൽറ്റ എക്സ് ഇപ്പോൾ ചോദിച്ചു, ഇനി എ ചോദിക്കാൻ പറ്റും. എ ചോദിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ടൈം ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ടൈം എപ്പോഴും ചോദിക്കും. അതല്ലെങ്കിൽ നമുക്ക് യു എ ഡെൽറ്റ എക്സ് അവർ ചോദിക്കും. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു ജനറൽ പ്രോബ്ലം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായി ബേസ് ചെയ്തിട്ട് രണ്ടാമതായി ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു കാർ സ്പീഡ് യുവിൽ മൂവ് ചെയ്യാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്ത കാരണമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് കവർ ചെയ്ത് d മീറ്റർ ആണ്. സോ ഒരു കാർ സ്പീഡ് യു മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു പറയുമ്പോൾ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്. അതങ്ങനെ ട്രാവൽ ചെയ്ത് എന്താവും 0 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. ഇവിടെ യു മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ഉണ്ടായത്. ഇപ്പോൾ വെലോസിറ്റി എന്തായി 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് d മീറ്റർ ആണ്. ഇനി നമ്മൾ ചോദിക്കുന്നത്, ഇഫ് ദ സെയിം കാർ മൂവ്സ് വിത്ത് സ്പീഡ് nu, സെയിം കാർ nu സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, nu മീറ്റർ പെർ സെക്കൻഡ്, and same braking is applied on it, then it will come to rest after covering distance of dash meter. So ഈ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെയും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാർ എന്തിനാ അവർ സെയിം കാർ എന്നൊക്കെ സെയിം ബ്രേക്കിംഗ് എന്നൊക്കെ അവർ ചോദിക്കുന്നു? അങ്ങനെ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലറേഷൻ സെയിം ആണ് എന്ന് നമ്മളോട് മനസ്സിലാക്കി തരാനാണ്. ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആണ്. കാറിന് മേലെ അപ്ലൈ ചെയ്യുന്ന ബ്രേക്കിൻ്റെ ഫോഴ്സും എത്രത്തോളം നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് കാറിൻ്റെ ബ്രേക്ക്, അതനുസരിച്ചിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ. അതുകൊണ്ടാണ് അവർ സെയിം കാർ സെയിം ബ്രേക്കിംഗ് എന്നെല്ലാം ഉദ്ദേശിച്ചത്. അതായത് ആക്സിലറേഷൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ടൈമിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളപ്പം v² - u² 2a ഡെൽറ്റ എക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇതിന് അപ്ലൈ ചെയ്യും, പിന്നെ ഇതിന് അപ്ലൈ ചെയ്യും. കാരണം രണ്ട് കേസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ v² എന്ന് പറയുമ്പോൾ 0² - u² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എന്ത് വരും -a വരും അല്ലേ. 2 ഇൻറ്റു -a ഇൻറ്റു ഡെൽറ്റ എക്സ് d മീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് -u² ഈസ് ഈക്വൽ ടു -2ad കിട്ടും. അതായത് u² ഈസ് ഈക്വൽ ടു 2ad എന്ന് കിട്ടും. നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് നോക്കി. നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലം v² - u² 2a ഡെൽറ്റ എക്സ് ഉപയോഗിച്ചാൽ സോൾവ് ചെയ്യുന്നത്. ടൈം തരാത്തതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ ഉപയോഗിക്കണം. ഇവിടെ 0² - nu² അല്ലേ. u² ഇവിടെ ഇവിടുത്തെ സ്പീഡ് വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ nu² will be equal to 2 into ഇവിടെയും ആക്സിലറേഷൻ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -a ഇൻറ്റു ഡിസ്റ്റൻസ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കണം. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് വരും -n² u² will be equal to -2a ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ n² u² എന്താവും, n² u² is equal to 2a ക്വസ്റ്റ്യൻ മാർക്ക് ആവും. ക്വസ്റ്റ്യൻ മാർക്ക് അതാണ് നമ്മൾ കാണേണ്ടത്. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, n² u² by 2a അല്ലെങ്കിൽ n² u² by 2a n² u² by 2a എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്തപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റി, u² എന്ന് പറയുന്നത് 2ad എന്ന് പറയാൻ പറ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും u² by 2a എന്ന് പറയുന്നത് ആരാണ്, d ആണ്. അപ്പോൾ ഇവിടെ ഈ u² by 2a പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാൻ പറ്റും, u² by 2a പകരം d അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ എന്തായി ഈ n² u² by 2a എന്ന് പറഞ്ഞത് d ആയതുകൊണ്ട് n² d എന്ന് കിട്ടും. നമ്മുടെ ഇത് ഫസ്റ്റ് ഇവിടെ v² - u² 2a ഡെൽറ്റ എക്സ് പിന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് പിന്നെ അത് നിർത്തുന്ന സമയം നമ്മൾ ഇതിലേക്ക് തിരിച്ചു നോക്കി. ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ ഉത്തരം എന്ത് കിട്ടി, n² d എന്ന് കിട്ടി. ഇത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതായത് ഇത് സാധാരണ ചോദിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യാണ്. സെയിം കാർ സെയിം ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇപ്പോൾ അതിൻ്റെ സ്പീഡ് ഇപ്പോൾ ഒരു 3 times ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത്
അത് മൾട്ടിപ്ലൈഡ് ബൈ n സ്ക്വയർ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണെങ്കിൽ നല്ലതാണ്. അതായത് യു സ്പീഡിൽ ആണെങ്കിൽ ഡി മീറ്റർ, എൻ യു സ്പീഡിലാണെങ്കിൽ എൻ സ്ക്വയർ ഡി മീറ്റർ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരും. ഇനി നമുക്ക് ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നീറ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇത് നീറ്റ് 2008 ചോദിച്ചാണ്. ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് വെലോസിറ്റി ഫ്രം 10 to 20 meter per second while passing through a distance 135 meter in t second. Find the value of t. സോ ഇത് നമുക്കൊന്ന് ചിത്രം വരച്ച് നോക്കാം. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഒരു പാർട്ടിക്കിൾ നീങ്ങാണ്. 10 meter per second ആണ് ഉണ്ടായിരുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് മാറി, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് 20 meter per second ഉണ്ടായി. ഇതൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. വൈൽ പാസിംഗ് ത്രൂ എ ഡിസ്റ്റൻസ് 135 മീറ്റർ. അപ്പോൾ ഇതിന് കവർ ചെയ്ത ഡിസ്റ്റൻസ് 135 മീറ്റർ ആണ്. എടുത്ത സമയം ടി സെക്കൻഡ് ആണ്. ആ ടി ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. എന്താണത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ യു പ്ലസ് വി ബൈ 2 ആണ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ ഇക്വേഷൻ ആണ് എന്ന് പറയാം. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ടി ബൈ 2 എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടീൻ്റെ ഇക്വേഷൻ എന്താവും? ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു 2 ഡെൽറ്റ എക്സ് ബൈ യു പ്ലസ് വി എന്ന് പറയാം. ഇവിടെ 2 ഇൻറ്റു 135 മീറ്റർ ഡിവൈഡ് ബൈ യു എത്രയാണ്? 10 പ്ലസ് 20. അപ്പോൾ ഇവിടെ 135 ഇൻറ്റു 2 എത്രയാവും? 260, 270 ആവും. അപ്പോൾ 270 ഡിവൈഡ് ബൈ 30 എന്ന് വരും. 27/3 എന്ന് പറയുമ്പോൾ 9 ആവും. അപ്പോൾ ഇവിടെ 9 സെക്കൻഡ് ആണ് എടുത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇത് മെത്തേഡ് 1 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. മെത്തേഡ് 2 ഉണ്ട്. അത് കുറച്ചും കൂടി ലെങ്തി ആണ്. പക്ഷെ ഒരുവിധം പ്രോബ്ലമൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് ഈ ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാത്ത ഒരു ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ എല്ലാ വാല്യൂ തന്നിട്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഫാസ്റ്റായി ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ എല്ലാ ഇക്വേഷനിലും ഏകദേശം എല്ലാ ഇക്വേഷനിലും ഈ ഇക്വേഷൻ ഒഴികെ എല്ലാ ഇക്വേഷനിലും ആക്സിലറേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എന്തായാലും കണ്ടതാണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ ആദ്യം ആക്സിലറേഷൻ തന്നിക്കണമെന്ന് നോക്കാം. തന്നിട്ടില്ലെങ്കിൽ വേഗം ആക്സിലറേഷൻ കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പോൾ നമ്മൾ നോക്കാം, യു വി ഡെൽറ്റ എക്സ് ആക്സിലറേഷൻ തന്നിട്ടില്ല, ടൈം വന്നിട്ടില്ല. ടൈം തരാത്ത ഇക്വേഷൻ ഏതാ ഉള്ളത്? ടൈം മിസ്സിംഗ് ആയ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഡെൽറ്റ എക്സ്. ആക്സിസ് നമുക്ക് കാണണം. അപ്പോൾ എ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 ഡെൽറ്റ എക്സ്. വി സ്ക്വയർ നമുക്ക് എത്രയാണെന്നുള്ളത് 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 135. ഇത് എത്ര വരും? 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 വരും. 20 ഇൻറ്റു 20 അല്ലേ? 400. ഓക്കെ. മൈനസ് 100 ഡിവൈഡ് ബൈ 270. സോ 300 ബൈ 270. ആക്സിലറേഷൻ എത്ര വരും? 30/27. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 9. 10 ക്യാൻസൽ ചെയ്ത് പോയാൽ 10/9 അല്ലേ? 10/9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി ആക്സിലറേഷൻ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരെ ചോദിച്ചത്? ടൈമാണ് ചോദിച്ചത്. അപ്പോൾ ടൈം വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? വി ഈസ് ഈക്വൽ യു പ്ലസ് എ ഡെൽറ്റ ടി. ബാക്കിയുള്ള ഇക്വേഷൻ ഉണ്ട്, യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അതേപോലെ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ വി ഡെൽറ്റ ടി മൈനസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. പക്ഷെ അത് കുറച്ച് ലെങ്തി അല്ലേ? എന്തായാലും പറയും ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വി എത്രയാണ്? വി എന്ന് പറയുന്നത് 20 മൈനസ് യു എന്ന് പറയുന്നത് 10 ഡിവൈഡ് ബൈ 9. സോ ഇവിടെ 10 ഡിവൈഡ് ബൈ 10/9, അതായത് 9 സെക്കൻഡ്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിനെ ലെങ്തി ആക്കിയല്ല, നമുക്ക് കുറച്ചും കൂടിയും എല്ലാ ടൈപ്പ് പ്രോബ്ലം കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആക്സിലറേഷൻ ആദ്യം കാണാം, ഇത് വാല്യൂ തരാത്തത് നോക്കാം.
ആക്സലേഷൻ തന്നിട്ടില്ലെങ്കിൽ ആദ്യം ആക്സലേഷൻ കാണാം, അതിനുശേഷം ഏത് വാല്യൂ തരാത്തെന്നൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ സിമ്പിളായി ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് നീറ്റ് 2023 ചോദിച്ച ചോദ്യം നോക്കാം. A bullet from a gun is fired on a rectangular wooden block with velocity u. അപ്പോൾ ഒരു റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് ഉണ്ട്, u സ്പീഡിലാണ് അത് എൻ്റർ ചെയ്യുന്നത്. When bullet travels 24 centimeter through the block along its length horizontally, the velocity of bullets becomes u by 3. 24 centimeter ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി u by 3 ആയി. ഇവിടെയുള്ള വെലോസിറ്റി u by 3 ആയി. Then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. അപ്പോൾ ഇങ്ങനെ അത് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും, 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് ഈസ്, ബ്ലോക്കിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ആദ്യം എൻ്റർ ചെയ്യുന്നത് u സ്പീഡിലാണ്. 24 സെന്റിമീറ്റർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ സ്പീഡ് u by 3 ആയി. അതിനുശേഷം കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആവുന്നത്. അതായത് ഇവിടെ എത്തുമ്പോൾ റെസ്റ്റിലേക്ക് ബുള്ളറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 24 സെന്റിമീറ്റർ പ്ലസ് ഈ ലെങ്ത്. ഈ ലെങ്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ലെങ്ത് പ്ലസ് 24 ആഡ് ചെയ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലെങ്ത് കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആക്സലേഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആക്സലേഷൻ തന്നിട്ടില്ലെങ്കിൽ ആ എന്താക്കണം, ആക്സലേഷൻ കണ്ടെത്തണം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ u by 3, 24 സെന്റിമീറ്റർ, ടൈം ഇല്ലാത്ത ഇക്വേഷൻ അതേതാണ്, v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസിക്കൽ 2a ഡെൽറ്റ എക്സ്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യാണ് v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസിക്കൽ 2a ഡെൽറ്റ എക്സ്. അപ്ലൈ ചെയ്യുമ്പോൾ u by 3 സ്ക്വയർഡ് മൈനസ് u സ്ക്വയർഡ് ഇസിക്കൽ ടു 2a into 24. ഇതിൽ നിന്നും a നമുക്ക് എന്ത് കാണാൻ പറ്റും, u സ്ക്വയർ ബൈ 9 മൈനസ് u സ്ക്വയർ ഡിവൈഡ് ബൈ 48. അതായത് നമുക്ക് എയുടെ വാല്യൂ ഇവിടെ മൈനസ് 8 u സ്ക്വയർ ബൈ 9 ഇൻറ്റു 48 മൈനസ് u സ്ക്വയർ ബൈ 6 ഇൻറ്റു 9 54 മൈനസ് u സ്ക്വയർ ബൈ 54 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഇവിടെ നെഗറ്റീവ് ആവാൻ കാരണം എന്താണ്? കാരണം സ്പീഡ് കുറയുന്നതുകൊണ്ടാണ്. u by 3 ആകുമ്പോൾ ആക്സലേഷൻ സ്പീഡ് കുറഞ്ഞ ആക്സലേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ, ഇപ്പൊ ആക്സലേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടത്, ഈ ഡിസ്റ്റൻസ് ആ കണ്ടത് അല്ലെ. ഇവിടെയുള്ള ആക്സലേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാവാം. കാരണം എന്താ സാർ, ഈ ബ്ലോക്ക് ആണ് ബുള്ളറ്റിന് എന്ത് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സ്പീഡ് കുറയുന്നത്. ബ്ലോക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ബുള്ളറ്റിന് കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആക്സലേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ വന്ന് ഇവിടെ വരെയുള്ള ആക്സലേഷൻ തന്നെ ആയിരിക്കും, ഇവിടെ വന്നിട്ട് ഇവിടെ വരെയുള്ള ആക്സലേഷൻ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ടൈം വന്നിട്ടില്ല, ആക്സലേഷൻ നമ്മളിപ്പോൾ കണ്ടെത്തി. ഇവിടെയുള്ള ആക്സലേഷൻ തന്നെയാണ് ഇവിടെയുള്ള ആക്സലേഷൻ. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്തിയാൽ മതി, ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമുക്ക് v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസിക്കൽ ഡെൽറ്റ എക്സ് ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഡെൽറ്റ എക്സ് ഇസിക്കൽ ടു v സ്ക്വയർ മൈനസ് u സ്ക്വയർ ബൈ 2a ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, v എന്ന് പറയുന്നത് 0 ആണ്. 0 സ്ക്വയർ മൈനസ് ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u by 3 ആണ്. സോ u by 3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആക്സലേഷൻ എത്രയാണ്, മൈനസ് u സ്ക്വയർ ബൈ 54. സോ ഇവിടെ മൈനസ് u സ്ക്വയർ ഡിവൈഡ് ബൈ 54 എന്ന് വരും. സോ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും, u സ്ക്വയർ ബൈ 54 മേലോട്ട് പോകും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇവിടെ ഈ u സ്ക്വയർ കട്ട് ചെയ്ത് പോയി, നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി. എന്താവും, 54/18 എന്നാവും. 54/18 എന്ന് പറയുമ്പോൾ 18 മൾട്ടിപ്ലൈഡ് ബൈ 3/18 ഉത്തരം 3 സെന്റിമീറ്റർ ആവും. ഇതാണോ ഫൈനൽ ഉത്തരം? അല്ല. ഇത് നമ്മൾ എന്താ കണ്ടത്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് 3 സെന്റിമീറ്റർ എന്ന് കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ പ്ലസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് 27 സെന്റിമീറ്റർ ആയിരിക്കും. 27 സെന്റിമീറ്റർ ആണ് വരിക. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ലെങ്ത് കാണുന്നത് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഭവം ഓൾറെഡി തന്നിട്ടുണ്ട്,
അതിന് നമ്മൾ ആക്സലേഷൻ കണ്ടെത്തി. ആക്സസിന്റെ വാല്യൂ ഇവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരാം. അതിനുശേഷം ഡെൽറ്റ എക്സ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2 അപ്ലൈ ചെയ്തു ഈ ഭാഗത്ത്. അങ്ങനെ നമുക്ക് ഉത്തരം 27 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലേക്ക് കിട്ടി. എ മാൻ ഈസ് സ്റ്റാൻഡിംഗ് 40 മീറ്റർ ബിഹൈൻഡ് ദ ബസ്. ഒരു ബസിന്റെ പിന്നിലായിട്ട് 40 മീറ്റർ ദൂരത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ബസ് സ്റ്റാർട്ട്സ് വിത്ത് 1 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ബസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബസിന്റെ യു എന്തായിരിക്കും? 0 ആയിരിക്കും. വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആക്സിലറേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ദ മാൻ സ്റ്റാർട്ട്സ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡ്. അതേ സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? 9 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് സ്പീഡിൽ മനുഷ്യൻ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, ബസിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് അല്ല. ബസ് ആക്സിലറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ മാൻ ടു ക്യാച്ച് ദ ബസ്. അങ്ങനെയാണെങ്കിൽ ബസ് ക്യാച്ച് ചെയ്യാൻ മനുഷ്യന് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ മനുഷ്യനുണ്ട്. 40 മീറ്റർ ബിഹൈൻഡ് ദ ബസ് ആയിട്ടാണ് മനുഷ്യനുള്ളത്. അപ്പൊ ബസ് മുന്നിലാണ്. ഇതാണ് ബസ്, ഇതാണ് മനുഷ്യൻ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u 0 ആയിരിക്കും. ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് അതിന്റെ ആക്സിലറേഷൻ. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ദ മാൻ സ്റ്റാർട്ട്സ് മൂവിംഗ് വിത്ത് സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡ്. ഇതിന്റെ മനുഷ്യന്റെ സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ മാൻ ടു ക്യാച്ച് ദ ബസ്. നമുക്കറിയാം നമ്മളാണ് ഒറിജിൻ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒറിജിൻ ഇവിടെയായിട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെയാണ് 0 വരുന്നത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബസിന്റെ പൊസിഷൻ എവിടെയായിട്ടാണ് വരുന്നത്? 40 മീറ്ററിലാണ് വരുന്നത്. ഇവിടെ x = 0 മീറ്റർ, ഇവിടെ x = 40 മീറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ ടൈം പറയുകയാണ്. ഇവിടെ 0 സെക്കൻഡിലാണ് ഈ സമയത്ത്. ഇത് 0 സെക്കൻഡുള്ള അവസ്ഥയാണ് ഇങ്ങനെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും? കുറച്ച് കഴിഞ്ഞാൽ മാന് കുറച്ച് മുമ്പോട്ട് നീങ്ങും അല്ലെ? മാന് 9 മീറ്റർ മുമ്പോട്ട് നീങ്ങും. കാരണം ഓരോ സെക്കൻഡിലും 9 മീറ്റർ ആണ് അതിന്റെ വെലോസിറ്റി, 9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡ് 9 മീറ്റർ നീങ്ങും. അപ്പോൾ അതേപോലെ ബസ് മുമ്പോട്ട് നീങ്ങും. ബസ് മുമ്പോട്ട് നീങ്ങും മനസ്സിലാക്കാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും? കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരും, ബസ് മുമ്പോട്ട് നീങ്ങും. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? മനുഷ്യൻ ഇവിടെ വരും, ബസ് അപ്പം മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താവും? മനുഷ്യന് ഇവിടെ ഉണ്ടാവും, ബസ് പിന്നീടുണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ മനുഷ്യനും ബസ്സും ഒരുമിച്ച് വരും. ആ സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലെല്ലാം ഒരു ഐഡിയ എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ആ സമയത്ത് രണ്ടിന്റെയും പൊസിഷൻ സെയിം ആയിരിക്കണം. അതായത് ഒരു രണ്ട് ഓബ്ജക്റ്റ് കൊളൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേറെ ഒബ്ജക്റ്റിനെ ഓവർടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് മീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്തൊക്കെ ഐഡിയ എന്താണ്? രണ്ടിന്റെയും ആ സമയത്ത് അതിന്റെ പൊസിഷൻസ് സെയിം ആയിരിക്കും. ഈ സമയത്ത് അതിന്റെ പൊസിഷൻ സെയിം ആണല്ല, ഈ സമയത്ത് പൊസിഷൻ സെയിം ആണല്ല, ഈ സമയത്ത് പൊസിഷൻ സെയിം ആണല്ല. ഇവിടെ വരുന്ന സമയത്ത് ഇത്ര നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഇതിന്റെ രണ്ടിന്റെ പൊസിഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് എന്താ പറയാം? ലെറ്റ്സ് സേ ആഫ്റ്റർ ടി ടൈം, let's say after delta t second they are at the same position. delta t സെക്കൻഡ് കഴിഞ്ഞാൽ രണ്ടും ഒരേ പൊസിഷനിലെത്തി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഡെൽറ്റ ടി എന്ന് പറഞ്ഞത് ഒരു സമയം, ഒരു 5 സെക്കൻഡ് ആവും, 10 സെക്കൻഡ് ആവും. ഇത് രണ്ടും ഒരേ പൊസിഷനിൽ എത്തുന്ന സമയം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് മാൻ അപ്ലൈ ചെയ്യാം. അപ്പൊ മാൻ നമ്മൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പൊ മനുഷ്യനെ നമുക്കറിയാം, മനുഷ്യന്റെ പൊസിഷൻ എന്തായിരിക്കും? മനുഷ്യൻ ആദ്യം 0 മീറ്ററിൽ നിന്നാണ് തുടങ്ങിയത്, അവസാനം ഈ എക്സ് മീറ്ററിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെയാണ് ബസ്സും മനുഷ്യനും ഒരേ പൊസിഷനിലേക്ക് വരുന്നത്. ഇവിടെയാണ് ഡെൽറ്റ ടി സെക്കൻഡ് ആണ് ഇങ്ങനെ, ഇത് 0 സെക്കൻഡ് ആണ് ഇങ്ങനെ, ഇത് ഡെൽറ്റ ടി സെക്കൻഡിലാണ് ഇങ്ങനെ. അപ്പൊ മനുഷ്യന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ് മൈനസ് 0. മനുഷ്യൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് മനുഷ്യന്റെ എക്സ് മൈനസ് 0 ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി 9 മീറ്റർ പെർ സെക്കൻഡ് ഡെൽറ്റ ടി നമുക്ക് കാണേണ്ടത്, പ്ലസ് ആക്സിലറേഷൻ. മനുഷ്യന്റെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, മനുഷ്യന്റെ ആക്സിലറേഷൻ 0 ആണ്.
അതുകൊണ്ട് 0 ഇൻറ്റു ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് കിട്ടും? 9 ഡെൽറ്റ ടി എന്ന് കിട്ടും. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം, മനുഷ്യൻ ആക്സിലറേഷൻ ഇല്ല മനുഷ്യന്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, കാരണം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ജനറൽ ഇക്വേഷൻ ഇതാണ്, അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമതായിട്ട് ബസ്സിന്റെ കാര്യം നോക്കാം. ബസ്സിന് നമുക്ക് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ. ബസ്സിന്റെ എന്താ വരാം? ബസ്സിന്റെ പൊസിഷൻ ഏതാ വരുന്നത്? ബസ് ആദ്യം ഉണ്ടായിരുന്നത് 40 മീറ്ററിലാണ്, ഇപ്പൊ ബസ് എവിടെയുള്ളത്? എക്സ് മീറ്ററിലാണ്. അപ്പൊ ബസ്സിന്റെ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് എക്സ് മൈനസ് 40 ആണ്. വിൽ ബി ഈക്വൽ ടു യു ഡെൽറ്റ ടി. യു 0 ആണ്, 0 ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ആക്സിലറേഷൻ എത്രയാണ് ബസ്സിന്റെ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇവിടെ 1 ഇൻറ്റു ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്നും എക്സിന്റെ ഇക്വേഷൻ എന്താവും? ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 പ്ലസ് 40 ആവും. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതും എക്സിന്റെ ഇക്വേഷൻ തന്നെയാണ്, ഇതും എക്സിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഈ രണ്ട് ഇക്വേഷൻ ഇക്വൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടൈം കാണാൻ പറ്റും. കാരണം നമുക്ക് എക്സ് കാണേണ്ട ആവശ്യമുണ്ടോ? എക്സ് നമ്മളോട് ചോദിച്ചില്ല, നമ്മൾ ചോദിച്ചതാണ് ടൈം എത്രയാണെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ 9 ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 പ്ലസ് 40ക്ക് ഈക്വൽ ആണ്, കാരണം രണ്ടും എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ 9 ഡെൽറ്റ ടി, എക്സ് ഈസ് ഈക്വൽ ടു ഈക്വേഷൻ. ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇക്വേഷൻ 1 വിൽ ബി ഈക്വൽ ടു ഇക്വേഷൻ 2. സോ അതിൽ നിന്നും 9 ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 പ്ലസ് 40 വരും. ഇങ്ങനെ ഇതിൽ നിന്നും ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2 മൈനസ് 9 ഡെൽറ്റ ടി പ്ലസ് 40 വിൽ ബി ഈക്വൽ 0. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഐ ഈസ് ഈക്വൽ 0. ആ ഇക്വേഷൻ ആണിത്. ഇവിടെ എ ആയിട്ട് വരുന്നത് എത്രയാണ്? 1/2 ആണ്, ബി മൈനസ് 9 ആണ്, സി 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും എക്സ് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഡെൽറ്റ ടി കാണാൻ പറ്റും. ഡെൽറ്റ ടി എന്ന് പറയുന്നത് മൈനസ് ബി, അപ്പോൾ 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ബി സ്ക്വയർ, അപ്പോൾ മൈനസ് 9 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്ര? 1/2 ഇൻറ്റു സി 40 ആണ്, 40 ഡിവൈഡ് ബൈ 2a, 2 ഇൻറ്റു 1/2, 2 ഇൻറ്റു 1/2 1 ആയി. അപ്പോൾ ഇത് നമുക്ക് ഡെൽറ്റ ടി എത്ര എന്ന് പറയാൻ പറ്റും? 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 81 മൈനസ് 4/2 എന്ന് പറഞ്ഞാൽ 2 ആയി, 2 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ എത്ര? 80 ആയി, 80 ആയി. താഴത്ത് 2 ഇൻറ്റു 1/2 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 9 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്ന് വരും. അതായത് 9 പ്ലസ് 1 റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് 9 പ്ലസ് 1 എത്രയാണ്? 10. 9 മൈനസ് 1 8. അപ്പോൾ 10 സെക്കൻഡിലും 8 സെക്കൻഡിലുമാണ് ഇത് ഈ മനുഷ്യന് ബസ്സിൽ കയറാൻ വേണ്ടി പറ്റുക. ഇത് നമ്മളോട് ചോദിക്കുകയാണ് ഏത് പൊസിഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ 8 സെക്കൻഡും 10 സെക്കൻഡും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏത് പൊസിഷനിലാണ് അത് എൻ്റർ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ചില ആൾക്ക് ഈ സംശയം ഉണ്ടാവും, സാർ ഇതിങ്ങനെ രണ്ട് സമയത്ത് പോസിബിൾ ആവുന്ന കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ സമയത്ത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ. ബസ് ആദ്യം മുമ്പിലാണ്, മനുഷ്യൻ പിന്നിലാണ്. അപ്പോൾ മനുഷ്യൻ 9 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. എപ്പം നോക്കിയാലും മനുഷ്യൻ 9 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷെ ബസ്സിന്റെ എന്താണ്? ബസ് ഓരോ സെക്കൻഡിലും 1 മീറ്റർ പെർ സെക്കൻഡ് കൂടും. അതാണ് ബസ്സിന്റെ ആക്സലറേഷൻ, 1 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ആക്സലറേഷൻ അല്ലേ? അപ്പം ഓരോ സെക്കൻഡിലും ബസ്സിന്റെ 1 മീറ്റർ പെർ സെക്കൻഡ് കൂടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിട്ടിയത് 8 സെക്കൻഡിലാണ് രണ്ടും ഒരേ പൊസിഷനിൽ വരാം. അപ്പോൾ 8 സെക്കൻഡ് ആവുന്ന സമയത്ത് ബസ്സും മാനും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ആ സമയത്ത് 8 സെക്കൻഡിൽ മനുഷ്യന്റെ സ്പീഡ് എത്രയാണ്? 9 മീറ്റർ പെർ സെക്കൻഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ബസ്സിന്റെ സ്പീഡ് എത്രയാണ്? ബസ്സിന്റെ സ്പീഡ് 8 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഡെൽറ്റ ടി. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ സ്പീഡ് എ ഡെൽറ്റ ടി, അതായത് ബസ്സിന്റെ സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 8, അതായത് ബസ്സിന്റെ സ്പീഡ് 8. അപ്പോൾ ബസ്സിന്റെ 8 മീറ്റർ പെർ സെക്കൻഡ്, മനുഷ്യന്റെ എന്താണ്? 9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്കറിയാം ഈ മനുഷ്യന് വേണമെങ്കിൽ ഇപ്പൊ കയറാം, ബസ്സിൽ കയറാം. പക്ഷെ മനുഷ്യന്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് മനുഷ്യനറിയാം ഞാൻ ബസ് സ്ലോയിലാണ് പോണത്, അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ ബസ്സിൽ കയറാൻ വേണ്ടി പറ്റും. ഓക്കെ,
അപ്പൊ നമുക്ക് 9 മീറ്റർ അടുത്ത 8 സെക്കൻഡ് ഒരുമിച്ച് വന്ന് 9 സെക്കൻഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? 9 സെക്കൻഡ് ആകുമ്പോൾ ഇവർ വേറെ വേറെ പൊസിഷനിലാണ്. ഈ 10 സെക്കൻഡ് ആകുമ്പോൾ എന്താവും? ഒരുമിച്ച് ഒരേ പൊസിഷനിൽ വരും. അപ്പൊ ആ സമയത്ത് ബസ്സിന്റെ സ്പീഡ് എത്രയാവും? ബസ്സിന്റെ സ്പീഡ് v u + a ഡെൽറ്റ t അപ്ലൈ ചെയ്യുമ്പോൾ a എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 10. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബസ്സിന്റെ സ്പീഡ്. പക്ഷെ മനുഷ്യന്റെ സ്പീഡ് എത്രയാണ്? 9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിയും കയറിയിട്ടില്ലെങ്കിൽ പിന്നെ കയറാൻ കഴിയില്ല ബസ്സിൽ മനുഷ്യന്. അതുകൊണ്ട് ഒന്നെങ്കിൽ 8 സെക്കൻഡിൽ കയറാം, അല്ലെങ്കിൽ 10 സെക്കൻഡിൽ കയറാം. അങ്ങനെയാണ് ഉത്തരം വരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡ്രൈവർ ടേക്സ് 0.2 seconds to apply the brakes after he sees a need for it. This is called reaction time of the driver. അതായത് ഒരു വണ്ടി മുമ്പിൽ എന്തെങ്കിലും ചാടി, എന്തെങ്കിലും പൂച്ച ചാടി, നായി ചാടി, അല്ലെങ്കിൽ വണ്ടിയിൽ വേറെ മുമ്പിൽ ഒരു വണ്ടി നിർത്തി. അപ്പൊ അയാൾ നിർത്തിയ പാടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യോ? ഇല്ല, കുറച്ച് സമയം എടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയാം? റിയാക്ഷൻ ടൈം എന്ന് പറയാം. മനസ്സിലായില്ല. എടാ, നമ്മള് മനുഷ്യന്മാര് റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അതായത് നമ്മളൊരു ഒബ്സർവ് നമ്മൾ ചെയ്ത പാടത്തിന് നമ്മൾ റിയാക്ട് ചെയ്യില്ല. കുറച്ച് ചെറിയൊരു 0.001 സെക്കൻഡ്, 0.2 സെക്കൻഡ്, 0.3 സെക്കൻഡ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ റിയാക്ട് ചെയ്യും, കണ്ട പാടെ റിയാക്ട് ചെയ്യില്ല, കുറച്ച് സമയം എടുക്കും. അതിനാണ് നമ്മൾ എന്ത് പറയാം? റിയാക്ഷൻ ടൈം എന്ന് നമ്മൾ പറയാം. അത് ഈ ഡ്രൈവറിന്റെ എത്രയാണെന്ന് പറഞ്ഞത്? 0.2 സെക്കൻഡ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇഫ് ഹീസ് ഡ്രൈവിംഗ് ദ കാർ അറ്റ് സ്പീഡ് ഓഫ് 54 km/h, ഈ മനുഷ്യൻ 54 km/hലാണ് വണ്ടി പോയിക്കൊണ്ട് സ്പീഡ് പോയിക്കൊടുക്കുക. അപ്പൊ ആൻഡ് ബ്രേക്സ് കോസ് എ ഡെക്സലറേഷൻ ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്നിട്ട് ഇയാൾ ഈ മുമ്പിൽ എന്തെങ്കിലും ആവശ്യം വന്നു, മുമ്പിൽ പൂച്ചിച്ചായിട്ട് വണ്ടി ആയിട്ട് ചവിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ ബ്രേക്ക് പിടിക്കാൻ കുറച്ച് സമയം എടുത്ത്. എത്ര സമയം എടുത്ത്? 0.2 സെക്കൻഡ് എടുത്ത്. ബ്രേക്ക് പിടിച്ചപ്പോൾ അതിന്റെ ഡെക്സലറേഷൻ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ആഫ്റ്റർ ഹി സീസ് ദ നീഡ് ഫോർ ഇറ്റ്. അങ്ങനെ സീഡ്സ് ടു പുട്ട് ദ ബ്രേക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രോബ്ലം അല്ലേ? അല്ല, ഇതെന്താന്ന് നോക്കിയേ. ആദ്യം കണ്ടപാടെ അയാൾ ബ്രേക്ക് പിടിക്കുന്നുണ്ടോ? ബ്രേക്ക് പിടിക്കാൻ റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പൊ ആദ്യം ഇയാൾ 54 km/h 0.2 സെക്കൻഡ് നീങ്ങുന്നുണ്ട്. കാരണം ഇയാൾ റിയാക്ഷൻ ടൈം 0.2. മനസ്സിലായില്ല. നമ്മൾ റിയാക്ഷൻ ടൈം ഇല്ലേ കുറച്ച് അപ്പം കണ്ടപാടെ ബ്രേക്ക് പിടിക്കണ്ടോ? ഇല്ല. അപ്പൊ 54 km/h തന്നെ അയാൾ 0.2 സെക്കൻഡ് നീങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് റിയാക്ഷൻ ടൈം 0.2 സെക്കൻഡ് ആയതുകൊണ്ട് അതിനുശേഷമാണ് അയാൾ ഉണ്ടാകുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് പോകുന്നത്. റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് അപ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നത്. അതിനുശേഷമാണ് അയാൾ പിന്നെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ടൈമിൽ 0.2 സെക്കൻഡ് അയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, പിന്നെ അതിനുശേഷം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അയാൾ ടോട്ടൽ എത്ര ദൂരം ട്രാവൽ ചെയ്തെന്ന് കാണാൻ പറ്റും. അപ്പൊ ഇത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും റിയാക്ഷൻ ടൈമും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാലോ. ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിഫോർ അപ്ലൈയിങ് ബ്രേക്സ് കാണും. ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതായത് റിയാക്ഷൻ ടൈം 0.2 സെക്കൻഡ് ഇയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയാം. യു എത്രയാണ്? ഇയാൾ സ്പീഡ് എത്രയാണ്? 54 km/h. സാർ അതറിയില്ല, ഈ കാറിന്റെ സ്പീഡ് 54 km/h. ഒരു km/h നമ്മൾ SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഓക്കെ, അപ്പൊ നമ്മൾ പറയും km/h. 1 കിലോമീറ്റർ എത്ര മീറ്റർ? 1000 മീറ്റർ ആണ്. ഒരു ഹവർ എത്ര സെക്കൻഡാ? 3600 സെക്കൻഡ്സ് ആണ്. അപ്പൊ ഈ 0 കട്ട് ചെയ്ത് പോയി. 10/36 എന്ന് പറഞ്ഞാൽ എന്താ പറയാ? 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. അപ്പൊ 1 km/h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. കാണാൻ പഠിച്ചോ? 1 km/h എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ നീറ്റിന്റെ ആൾക്കാർക്ക് ചില ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു ഫിസിക്സ് ചോദിക്കുന്നതിന് പകരം ഒരു സ്പീഡ് km/h തരും. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം? അതിനെ മീറ്റർ പെർ സെക്കൻഡ് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ 54 km/h ആണ് ചോദിച്ചത്. 54 km/h. 54 km. ഇവിടെ 54 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 54 മൾട്ടിപ്ലൈ. അപ്പൊ എന്താ? 54 × 5/18. 54 എന്ന് എത്രയാണ്? 18 × 3 ആണ് 54. സോ 18 കട്ട് ചെയ്ത് പോയി. 3 × 5 എത്രയായി? 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ കാർ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് മൂവ് ചെയ്യുന്നത്. എത്ര സമയത്തേക്ക് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്? 0.2 സെക്കൻഡിലേക്ക് നീങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 15 × 0.2. ആക്സിലറേഷൻ ഉണ്ടോ കാറിന്? ആക്സിലറേഷൻ ഉണ്ടോ? ആ സാർ ആക്സിലറേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 6. അത് റിയാക്ഷൻ ടൈമിന് മുമ്പല്ലേ? റിയാക്ഷൻ ടൈമിന് മുമ്പുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്? എടാ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം ചോദിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ എന്താവും? 0 × Δt²/2 ആവും. 15 × 0.2 എത്രയാവും? 3 മീറ്റർ ആവും. അപ്പൊ ഇയാള് കണ്ടിട്ട് 3 മീറ്റർ നീങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നാണ് അയാൾ എന്താവുന്നത്? ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ അയാൾക്ക് റിയാക്ട് ചെയ്യാൻ സമയം എടുത്തുകൊണ്ട് 3 മീറ്റർ മുമ്പോട്ട് നീങ്ങിപ്പോയി. ഓക്കെ, ഇനി നമ്മൾ എന്താക്കും?
ഡിസ്റ്റൻസ് ട്രാവൽ ആഫ്റ്റർ അപ്ലൈയിങ് ദ ബ്രേക്സ്. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇയാൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഓക്കെ സാർ, ഇതിപ്പോ എന്തായി? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ആയി. ഇത് നമുക്കറിയാം സാർ, ഇത് സിമ്പിൾ അല്ല. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇക്വേഷൻ v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഡെൽറ്റ x. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വെലോസിറ്റി 0 ആവും. ഇനി യു സ്ക്വയർ അയാൾ ഇങ്ങനെ 54 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 15 m/s ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഉള്ളത്. ഓക്കെ, ഇനി 2a ഡെൽറ്റ x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into ബ്രേക്ക് അപ്ലൈ ചെയ്ത ആക്സിലറേഷൻ എത്രയാണ്? 6 എന്ന് പറഞ്ഞത്. അപ്പോൾ ആക്സിലറേഷൻ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവാം, അത് അപ്പോഴാണ് സ്പീഡ് കുറയുള്ളൂ. അപ്പോൾ -6. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം ആക്സിലറേഷൻ മൈനസ് ആ വരാം. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത്? അതാണ് നമ്മൾ കാണേണ്ടത്, ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 വരാം. ഇവിടെ -12 ഡെൽറ്റ എക്സ് വരും. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 225/12 വരും. ഇത് നമുക്ക് 18.75 മീറ്റർ വരും. സാറിന് ഇങ്ങനെ കിട്ടി? ഞാൻ ആദ്യം ചെയ്ത് നോക്കി, ഇങ്ങനത്തെ കിട്ടിയതാ കേട്ടോ. ഈ കാണപ്പെടണം അറിയില്ല. 225/12 ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ് 18.75 മീറ്റർ. അതെപ്പോ സാർ ചെയ്ത് നോക്കി? ക്ലാസ് കിട്ടുന്ന മുമ്പേ ചെയ്ത് നോക്കി. ക്ലാസ് കിട്ടുന്ന മുമ്പ് ചെയ്തൊക്കെ നോക്കൂ. അപ്പൊ നോക്കിയേ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്ത് നോക്കി? 3 + 18.75 എത്രയായി? 21.75. സാർ ഇത് പണ്ട് നേരത്തെ ചെയ്ത് നോക്കിനാ? ഇല്ല, എനിക്ക് അറിയാം. 18.75 + 3 നോക്കിയാൽ 21 എനിക്ക് അറിയാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നോക്കിയാൽ എന്താ റിയാക്ഷൻ ടൈമിൽ അയാൾ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. അതിനുശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ആയി. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. റിയാക്ഷൻ ടൈം നമ്മൾ എന്താക്കിയാൽ മതി? ഈ സംഭവം നമുക്ക് അറിയാം, സ്പീഡ് ഇൻറ്റു ടൈം, വെലോസിറ്റി സ്പീഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് കാണാം. നിങ്ങൾക്ക് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക? u ∆t + a ∆t സ്ക്വയർ ബൈ 2 ചെയ്യാം. ഇതാണ് ജനറൽ ഇക്വേഷൻ. ആക്ഷൻ 0 ആകുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.